നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ സർക്കാർ നടത്തിയ നീക്കവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം നടത്തി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. അർഹതയുള്ളവരെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന പ്രതികരണമാണ് മന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്നത്. എണ്ണം കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നില്ല എന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. ഔദ്യോഗിക വസതി ഏറ്റെടുത്തിട്ടില്ലല്ലോ എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലാണ് അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ആവശ്യം നടപ്പായില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്നായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മന്ത്രി കടന്നത്. എന്നാൽ ഇത് നടപ്പായില്ല. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ 20 പേരെ നിയമിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് പൊതുഭരണ വകുപ്പ്. ഇതിൽ 6 പേർ സർക്കാർ ജോലിക്കാരാണ്. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് ഇവർ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഒരാൾ അധ്യാപകനാണ്. ഗണേഷ് കുമാറിന്റെ PS-ന്റെയും ഒരു ഡ്രൈവറുടെയും ഉത്തരവാണ് ആദ്യം പുറത്തിറക്കിയത്. തുടർന്നാണ് മുഴുവൻ സ്റ്റാഫുകളെ ഉൾപ്പെടുത്തി ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു മന്ത്രിക്ക് 25 പേഴ്സണൽ സ്റ്റാഫുകൾ വരെ ആകാം എന്നിരിക്കെ ഇനി കൂടുതൽ പേര് ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുൻ ഗതാഗത മന്ത്രിക്ക് 21 പേഴ്സണൽ സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നത്. ഇവർ 2.5 വർഷം പൂർത്തിയാക്കിയതോടെ പെൻഷൻ ആനുകൂല്യങ്ങളുടെയാണ് പുറത്തുപോയത്. ഇതിന് പിന്നാലെയാണ് കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി കസേരയിലേക്ക് എത്തിയത്. മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചതോടെ ഇവരുടെ 37 പേഴ്സണൽ സ്റ്റാഫുകൾക്കും ആജീവനാന്തം പെൻഷൻ ലഭിക്കും. പുതിയ മന്ത്രിമാരുടെ സ്റ്റാഫിൽ പുതുതായി എത്തുന്ന സ്റ്റാഫുകൾക്കും പെൻഷൻ 2.5 വർഷം കഴിഞ്ഞ് നൽകേണ്ടി വരും. 3450 രൂപ മുതൽ 6000 രൂപ വരെയാണ് പെൻഷൻ കിട്ടുക. പുറമെ DA അടക്കം മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട്. ആന്റണി രാജുവിന്റെ സ്റ്റാഫിൽ ആകെ ഉണ്ടായിരുന്നത് 21 പേരായിരുന്നു. ഇതിൽ 19 രാഷ്ട്രീയ നിയമനം, 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, 4 അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി, 1 അഡീഷണൽ PA, 1 അസിസ്റ്റന്റ്, 4 ക്ലർക്ക്, 4 ഓഫീസ് അസിസ്റ്റന്റ്, 2 ഡ്രൈവർമാർ, 1 പാചകക്കാരൻ എന്നിങ്ങനെയായിരുന്നു ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത്. മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് 25 പേരായിരുന്നു. 7 പേർ സർക്കാർ സർവീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനും ബാക്കി രാഷ്ട്രീയ നിയമനവും. 2 പേർ പ്രൈവറ്റ് സെക്രട്ടറിമാരായി പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസിലേക്ക് തിരിച്ചു പോകും. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പടിയിറങ്ങിയാലും 15 ദിവസത്തെ സർക്കാർ ശമ്പളത്തിനു കൂടി പേഴ്സണൽ സ്റ്റാഫുകൾക്ക് അർഹതയുണ്ട്. 2021 ഉത്തരവ് അനുസരിച്ച് 2 വർഷവും 1 ദിവസവും പേഴ്സണൽ സ്റ്റാഫിൽ സേവനം പൂർത്തിയായാൽ 3 വർഷം സർവീസ് കണക്കാക്കി മിനിമം പെൻഷന് അർഹതയുണ്ട്. മിനിമം പെൻഷൻ 3450 രൂപയാണ്. കുക്ക് മുതൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി വരെ 2.5 വർഷം കഴിഞ്ഞവർക്ക് ഈ പണം കിട്ടും. അഡീഷണൽ സെക്രട്ടറിക്ക് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയുടെ റാങ്കാണ്. 2.5 വർഷത്തെ സേവനത്തിന് ശേഷം കിട്ടുക 5500 രൂപ പെൻഷനാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.